ഗാസയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളവെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നൊരു വലിയ വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു. ബോർഡ് ഓഫ് പീസ് എന്ന് പേരിട്ടിരിക്കുന്ന ട്രംപിൻ്റെ 15-ഇന സമാധാന കരാറാണ് നെതന്യാഹു തള്ളിയത്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഇസ്രായേൽ തങ്ങളുടെ ഉറ്റ സഖ്യകക്ഷികളുടെ നിർദ്ദേശത്തെ പോലും തള്ളിക്കളയുന്നത്? നമുക്ക് പരിശോധിക്കാം. ട്രംപ് പ്രഖ്യാപിച്ച ബോർഡ് ഓഫ് പീസ് സമാധാന പദ്ധതി അട്ടിമറിക്കപ്പെട്ടത് ഞായറാഴ്ച നടന്ന ഇസ്രായേൽ മന്ത്രിസഭ യോഗത്തിലാണ്. ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ മൗനം പാലിച്ചിരുന്ന നെതന്യാഹു യോഗത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചതും. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുന്നതുവരെ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടയിലും സൈനിക ആക്രമണങ്ങൾ തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്നും ആവശ്യമെങ്കിൽ അടുത്ത സഖ്യകക്ഷികളെ വരെ എതിർക്കാൻ മടിക്കില്ലെന്നും നെതന്യാഹു പരോക്ഷമായി വ്യക്തമാക്കിയിരിക്കുന്നു. സൈന്യത്തിനും പൗരന്മാർക്കും നേരെയുള്ള ഭീഷണികൾ തടയുന്നത് തുടരുമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ നെതന്യാഹുവിൻ്റെ ഈ കടുത്ത നിലപാടിന് പിന്നിൽ കേവലം സുരക്ഷാ കാരണങ്ങൾ മാത്രമാണ് ഉള്ളത്. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നതും. ഇസ്രായേലിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് പ്രധാന ഘടകം. ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ വലിയൊരു പ്രചാരണം നടക്കുന്നുമുണ്ട്. ട്രംപ് പറയുന്നതിന് മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് നെതന്യാഹു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം അദ്ദേഹത്തിന് തിരിച്ചടിയാകുന്നുണ്ടായിരുന്നു. താനൊരു പാവയല്ലെന്നും ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾക്കായി ആരെയും എതിർക്കാൻ മടിയില്ലാത്ത ശക്തനായ നേതാവാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ തന്ത്രമായാണ് ഈ തീരുമാനത്തെ പലരും വിലയിരുത്തുന്നത്. ഈ തീരുമാനം US ഇസ്രായേൽ നയതന്ത്ര ബന്ധത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നതും കണ്ടറിയണം. ഗാസയിലെ യുദ്ധം അതിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ നെതന്യാഹുവിൻ്റെ ഈ നിലപാട് മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നതിൽ തർക്കമില്ല.